ദക്ഷിണാമേരിക്കൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഒടുവിൽ ജയിച്ചു. 3 മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതിന് ശേഷമാണ് ബ്രസീൽ വീണ്ടും വിജയവഴിയിലെത്തിയത്. ഇക്വഡോറിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീൽ തോൽപ്പിച്ചത്. പക്ഷേ ഈ ഒരു വിജയം നേടാൻ സാധിച്ചു, 3 പോയിന്റ് നേടി എന്നതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒട്ടും ആശാവഹമായ പെർഫോമൻസ് ആയിരുന്നില്ല ബ്രസീലിന്റെ ഭാഗത്ത് നിന്ന്. പ്രത്യേകിച്ച് ആരാധകരൊക്കെ നിരാശയിലാണ്. കാരണം വളരെ മോശമായുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ബ്രസീലിയൻ ടീം കാഴ്ചവെച്ചത്. കാരണം ആ ഒരു ഗോള്, അതായത് റോഡ്രിഗോ 30-ാം മിനിറ്റിൽ നേടിയ ഒരു ലോങ് റേഞ്ച് ഗോൾ, അതൊരു മികച്ച ഗോളായിരുന്നു. ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിലും നല്ലൊരു ഗോളായിരുന്നു. ആ ഗോള് മാറ്റി നിർത്തുകയാണെങ്കിൽ കാര്യമായുള്ള ഡിഫറൻസ് ഒന്നും ഇക്വഡോറും ബ്രസീലും തമ്മിൽ ഉണ്ടായിരുന്നില്ല. ബ്രസീലിന് ആകെ 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് മത്സരത്തിൽ ഉതിർക്കാൻ സാധിച്ചത്. അതിൽ തന്നെ 2 ഫസ്റ്റ് ഹാഫിലും 1 സെക്കൻഡ് ഹാഫിലും ആയിരുന്നു. ആ 2 ഓൺ ടാർഗറ്റ് ഷോട്ട് ഫസ്റ്റ് ഹാഫിൽ ബ്രസീൽ അടിച്ചതിൽ ഒരു ഷോട്ട് ഗോളായിരുന്നു. മൊത്തം നോക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പെർഫോമൻസ് വളരെ ഒരു നിരാശാജനകമായിരുന്നു. കാരണം കാര്യമായുള്ള ക്രിയേറ്റിവിറ്റി ഒന്നും മിഡ്ഫീൽഡിൽ നമുക്ക് പ്രകടമായി കണ്ടില്ല. അതുമാത്രമല്ല, ടീമിന്റെ നീക്കങ്ങൾക്കൊന്നും ഒരു ചടുലത ഉണ്ടായിരുന്നില്ല. ഒരു ലക്ഷ്യബോധമില്ലാതെ കളിക്കുന്ന ഒരു ഫീലാണ് മത്സരം കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ബോക്സിനുള്ളിലേക്ക് കടന്നു കയറാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ബ്രസീലിന്. കാരണം ബ്രസീലിന്റെ പേര് കേട്ട മുന്നേറ്റ നിര വിനീഷ്യസ് ഒക്കെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം കാഴ്ചവെക്കുന്ന പ്രകടനം ബ്രസീലിന് വേണ്ടി ഇതുവരെ അദ്ദേഹത്തിന് ആവർത്തിക്കാൻ പറ്റുന്നില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടലി ടീമിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബോക്സിനുള്ളിലേക്ക് കടന്നു കയറാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ബ്രസീലിയൻ മുന്നേറ്റ നിരയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പം ബോക്സിനുള്ളിൽ എത്തിയാൽ തന്നെ ആ ഒരു ഫിനിഷിങ്ങിലെ പോരായ്മ, അതായത് നല്ലൊരു സ്ട്രൈക്കർ ഇല്ലാത്തതിന്റെ പ്രശ്നം ഇപ്പോഴും ബ്രസീലിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഇല്ലാത്തതിന്റെ അഭാവം ബ്രസീലിയൻ നിരയിൽ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ഡിഫൻസിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഡിഫൻസിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചത് ഗബ്രിയേൽ മെഗലസ് മാത്രമായിരുന്നു. മെഗലസിന്റെ നല്ലൊരു ക്ലിയറൻസ് ഉണ്ടായിരുന്നു, ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കൈസഡോ അത് ഗോൾ നേടാൻ ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം ഗോളിയെ മറികടന്നുള്ള ഒരു ഷോട്ടായിരുന്നു. കഷ്ടിച്ചാണ് മെഗലസ് ആ ഒരു ഷോട്ട് ഗോളാകാതെ രക്ഷപ്പെടുത്തിയത്. ടോട്ടലി നോക്കുമ്പോൾ ബ്രസീലിന്റെ പെർഫോമൻസ് അപ് ടു ദ മാർക്ക് അല്ല. ഇനിയും ഒരുപാട് ടീം ഇമ്പ്രൂവ് ചെയ്യാണ്ട്. ഒരു ഒത്തിണക്കത്തോടെ കളിക്കുന്ന ഫീലിംഗ് നമുക്കില്ല കളി കാണുമ്പോൾ. പലപ്പോഴും എല്ലാവരും ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നേറുന്ന ഒരു ഫീലാണ് തോന്നിയത്. ഡൊറിവാൽ ജൂനിയറിന്റെ ആ ഒരു ടാക്ടിക്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യപ്പെടുന്നില്ല. കാരണം ടീമിനെ ഒന്നടങ്കം ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് ഒരു വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ ബ്രസീലിന് അടുത്ത മത്സരം വരുന്നത് പരാഗ്വേയുമായാണ്. പരാഗ്വേയുമായി ബുധനാഴ്ചയാണ് മത്സരം. നിലവിലിപ്പം ബ്രസീൽ 4-ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ. 10 പോയിന്റാണുള്ളത് 7 മത്സരങ്ങളിൽ നിന്ന്. ഇനിയും 11 മത്സരങ്ങൾ ബാക്കിയുണ്ട് ലോകകപ്പ് ക്വാളിഫിക്കേഷനിൽ. പക്ഷെ അങ്ങനെയാണെങ്കിലും ബ്രസീലിന് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്തവണ 2026 ലോകകപ്പിൽ 48 ടീമുകളാണ് ആകെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾക്ക് നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടാൻ പറ്റും. ആദ്യ 6 സ്ഥാനങ്ങൾ വരുന്ന ടീമുകൾ ലോകകപ്പിന് നേരിട്ട് ക്വാളിഫൈ ചെയ്യും. 7ാമത്തെ ടീം ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും. നിലവിൽ അർജന്റീനയുമായി 8 പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത്. 1-ാം സ്ഥാനത്ത് അർജന്റീനയാണ്, 2-ാം സ്ഥാനത്ത് ഉറുഗ്വേയും, 3-ാം സ്ഥാനത്ത് കൊളംബിയയുമാണ്. അപ്പം ഈ അർജന്റീന, യുറുഗ്വേ, കൊളംബിയ എന്നീ ടീമുകളുമായുള്ള മത്സരങ്ങളൊക്കെ ബ്രസീലിന് നിർണായകമായിരിക്കും ഇനി വരുന്ന മത്സരങ്ങൾ. പിന്നെ അതുകൂടാതെ തന്നെ ഓരോ മത്സരങ്ങളും വളരെ നിർണായകം തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. ബ്രസീൽ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നെയ്മറിന്റെ അഭാവം ടീമിലുണ്ട് എന്നുള്ളത് നമുക്ക് എന്തായാലും പറയേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി ബ്രസീലിയൻ നിരയിൽ കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും അടുത്ത മത്സരത്തിലും ആ ഒരു വിജയം ബ്രസീലിന് തുടരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കാരണം 3 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ട് ഇതിന് ശേഷമാണ് ഇപ്പം ലോകകപ്പ് ക്വാളിഫിക്കേഷനിൽ ഒരു മത്സരം ജയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കോപ്പ അമേരിക്കയിലെ പരാജയവും ബ്രസീലിനെ അലട്ടിയിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ബ്രസീലിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടാകും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബ്രസീലിന്റെ ഒരു ടോട്ടൽ പെർഫോമൻസ് ഇക്വഡോറിനെതിരെ എങ്ങനെയുണ്ടായിരുന്നു?